കള്ളനെ കണ്ടായിരുന്നോ? അല്ല, നീ ആ കള്ളനെ കണ്ടായിരുന്നു? അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? പിള്ളേര് പറഞ്ഞോട്. നമ്മുടെ പിള്ളേരെ. നീ അവന്റെ മുഖം കണ്ടായിരുന്നു? മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവന്റെ മർമ്മത്തിട്ട് രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിനക്കെന്താ പറ്റിയേ? പാലക്കാട് നിന്ന് ബസ് യാത്ര ചെയ്ത് വന്നല്ലേ, നടുവിനൊക്കെ ഒരു വേദന. ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോ ഇല്ലേ, കാണായിരുന്നു. നമുക്ക് പോലീസിന് പരാതി കൊടുത്താലോ? അതിനെപ്പറ്റി ഞാനും ആലോചിച്ചായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെ ഇതിനെ പരാതി കൊടുക്കുന്നത് വെറുതെ നാട്ടുകാരെ കറിച്ച് നാണക്കേടാവും അല്ലേ? ഇത് നാട്ടുകാരെ കറിച്ച് പോലീസൊക്കെ കയറി ഇറങ്ങി നാണക്കേടല്ലേ? അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? നമ്മുടെ പിള്ളേർ പറഞ്ഞെന്ന്. പിന്നെ ഈ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങുകയും ചെയ്യും, സാധനം ഒട്ട് കിട്ടത്തുമില്ല, ആൾക്കാരൊക്കെ അറിഞ്ഞ് നാണക്കേടാവും. എന്നാ പിന്നെ വേണ്ട. ഭയങ്കര നടുവേദന, ബസ്സിൽ യാത്ര ചെയ്തിട്ടേ ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. അവിടെ നിൽക്കേ. ഇവിടെ ഒരു പാട് കാണുന്നത്. പാട്? പാടല്ലേ അത്? മറുകായിരിക്കും. മറുക. മറുക? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മറുക അവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടേ ഇതൊക്കെ അറിയാനായി? അച്ഛനെ പൊക്കി, അമ്മ അച്ഛനെ കയ്യോടെ പൊക്കി. എടാ ചായ കുടിക്കട്ടെ? ചായക്ക് പിന്നെ കുടിച്ച്. നീ എന്തിനാ ചട്ടുകം ചൂടാക്കുന്നത്? അതില് തുരുമ്പുണ്ട്, അപ്പൊ പഴുപ്പിച്ച് തുടച്ചു കളഞ്ഞാൽ അതങ്ങ് പോകും. അതച്ഛന്റെ മേത്ത് വെക്കാനായിരിക്കും. ഈ കുരുപ്പിന് മനസ്സിലായി, എന്നിട്ട് അച്ഛന് മനസ്സിലായില്ലല്ലോ. അച്ഛാ അച്ഛാ, കരിയും മർഗം കണ്ടാ എനിക്ക് തിരിച്ചറിയും. എന്നാലും ആ ദുഷ്ടത്തെ എന്റെ കൊച്ചിന്റെ ചന്തയിൽ ചട്ടുകം പഠിപ്പിച്ചു വെച്ചല്ലോ. എന്നാലേ എനിക്ക് അവളെ ഒന്ന് കാണണം. ഞാൻ അവിടെ എന്താ സംഭവിക്കാൻ പോണ നോക്കാൻ. നീ എവിടെയും പോകണ്ട. നിനക്ക് കാണാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ സംഭവിക്കാൻ പോണ. അവിടെ കിടക്കട. ഞാൻ എന്തായാലും ഒരു ലോക്കർ മേടിച്ചു വെക്കും. അത് മേടിച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഇവിടുത്തെ തന്തി മക്കൾ അതും അടിച്ചോണ്ട് പോയി. 4 മക്കളെ പ്രസവിച്ചിട്ട് 3 തന്തയുടെ വയ്ക്കും. എന്റെ സഞ്ജുമോൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. അവനുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും എനിക്ക് വരില്ലായിരുന്നു. എടി പുഷ്പേ, അവരുന്ന് ശല്യം. നീ എന്തിനടി എന്റെ മോന്റെ ചന്തയിൽ ചട്ടുകം പഠിപ്പിച്ചു വെച്ചേ? സൗകര്യം ഉണ്ടായിട്ട്. സൗകര്യം ഉണ്ടോ? അതെന്ത് വർത്താനായിട്ട് നീ പറഞ്ഞു? നിങ്ങളെ മകന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട്. എന്റെ മോൻ എന്താടി സ്വഭാവ ദോഷം? അത് മനസ്സിലായിട്ടില്ലായിരുന്നു? നിങ്ങളെ വളർത്തു ദോഷം തന്നെ. വളർത്തോഷം നിന്റെ അച്ഛനാണ്. എന്റെ അച്ഛനെ പറയാൻ നിൽക്കല്ലേ. എന്റെ അച്ഛനെ പറയാൻ ഞാൻ എന്താ പറയുന്നത് പറയാൻ പറ്റില്ല. ഞാൻ പറയൂടി, നിന്നെ പോലൊന്നുമല്ല.
അവനെ വില്ലേജ് ഓഫീസർ ആയിരുന്ന പുരുഷോത്തമന്റെയും സരസ്വതി അമ്മയുടെയും മകനാ അവൻ. എന്നിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ അവനെ നന്നായിട്ട് തന്നെയാടി വളർത്തിയത്. എന്ന് നീ അവന്റെ തലയെ കെട്ടിയെടുത്തു അന്ന് തുടങ്ങി അവന്റെ കഷ്ടകാലം. ഇപ്പൊ ചന്തയിൽ അവന് ചട്ടുവും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അവള്. ഇപ്പൊ ചന്തിയിലല്ലേ വെച്ചുള്ളൂ? നാളെ എവിടെയാ വെക്കാൻ പോകുന്നറിയോ? മുഖത്ത് വെച്ചോളൂ. നീ ഒന്ന് വെച്ച് നോക്ക്, ഇപ്പൊ കാണാം. പിടിക്ക്, ബെഡ്ഷീറ്റ് ഇരിക്കട്ടെ. എനിക്കും കാണിക്കാൻ അറിയാം. നിന്റെ കുറെ കാണിക്കല് നീ ഒന്ന് കാണിച്ചു നോക്കടി. കാണിച്ചു നോക്ക്. കാണിക്കാൻ എനിക്കും അറിയും. കാണിക്ക്. നിങ്ങൾ ഇനി എന്റെ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓ നിന്റെ കളി ഞാൻ കാണൂടി. നീ വലിയ ചൂടാവൊന്നും വേണ്ട. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചവിടെ കാൽമടക്ക് ഒറ്റ വെച്ചെന്നാണല്ലോ നിന്നെ. എനിക്കും പൊന്തല്ലേ ചെയ്യും. പൊട്ടിച്ചാ പൊട്ടിക്കിട്ടോ. നിങ്ങൾക്ക് മാത്രമൊന്നല്ല കാല് പൊന്തുന്നത്. ഓ എന്റെ അമ്മോ ഇങ്ങനത്തെ ഒരു രാക്ഷസി. ഇങ്ങനെ തുള്ളടിയെന്നാ കിടന്ന് തുള്ളിയിട്ട് അവിടെ വീണ് പോണ്ട. എനിക്കൊരു കുഴപ്പമില്ല. ഇതേ പഴയ ഞാൻ തന്നെയാ നോക്കേണ്ടത്, വേറെ ആരുമില്ല. നിങ്ങളെ മകളൊന്നും വരില്ല നോക്കാൻ വേണ്ടിട്ട്. എന്റെ മകളെ ഞാൻ വിളിച്ചാ വരുവടി, വരും. ഞാനൊന്നും പറയുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല.